ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ 6000 മീറ്ററോളം ഹൈറ്റ് വരുന്ന ഒരു റേഞ്ചാണ് ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച്. ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രാൻസ് ഹിമാലയുടെയും മിഡിൽ ഹിമാലയുടെയും ഇടയിലായിട്ടാണ് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചാണ്. ഇപ്പൊ ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് വ്യാപിച്ചു കിടക്കുന്നത്. മെയിൻ സീ ലെവൽ നിന്ന് 6100 മീറ്ററോളം ഹൈറ്റ് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഹിമാലയൻ റേഞ്ചാണ് ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചാണ്. മറ്റുള്ള റേഞ്ചസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ട്രാൻസ് ഹിമാലയ ആണെങ്കിലും മിഡിൽ ഹിമാലയ, ശിവാലിക്കൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള റേഞ്ചാണ്. പക്ഷെ ഈ ഗ്രേറ്റർ ഹിമാലയ റേഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചാണ്. ഇപ്പൊ ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ്. അതിപ്പോ നേപ്പാളിലൂടെയും ഭൂട്ടാനിലൂടെയൊക്കെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചിൽ നിരവധി പീക്കുകളാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നങ്ക പർവ്വത്, നംജ ബർവ, മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ ഉൾപ്പെടെയുള്ള നന്ദാദേവി ഉൾപ്പെടെയുള്ള പീക്കുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിലാണ്. ഇതൊക്കെ UPSC എക്സാമിനേഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പീക്കുകളെയൊക്കെ കുറിച്ച്, ഹിമാലയൻ റേഞ്ചസിലുള്ള പീക്കുകളെയൊക്കെ കുറിച്ച്. നിരവധി പാസസ് ആണ് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സോജില പാസ്, അഗിൽ പാസ്, ബനിഹൽ പാസ് ഒക്കെ ഉൾപ്പെടെയുള്ള ഷിപ്കില പാസ്, ദെൻ നാദുല പാസ് ഒക്കെ, സിക്കിമിലുള്ള നാദുല പാസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചിലാണ്. നിരവധി ഗ്ലേസിയേഴ്സും ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഭഗീരഥി ഗ്ലേസിയർ, ഗംഗോത്രി ഗ്ലേസിയർ, കേദാർനാഥ് ഗ്ലേസിയർ ഉൾപ്പെടെയുള്ള ബദരിനാഥ് ഗ്ലേസിയർ ഒക്കെ ഈ ഗ്രേറ്റർ ഹിമാലയൻ പീക്കിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗാൻജസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഇൻഡസിന്റെയും ബ്രഹ്മപുത്രയുടെയും ഗംഗയുടെയൊക്കെ നിരവധി ട്രിബ്യൂട്ടറീസ് ആണ് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രേറ്റർ ഹിമാലയ പാസ് ചെയ്ത് പോകുന്ന പ്രദേശങ്ങൾ പറയുകയാണെങ്കിൽ വെസ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ജമ്മു കാശ്മീർ വെസ്റ്റേൺ റീജിയൻ, അപ്പം നങ്ക പർവ്വത് പീക്ക്, അതായത് ഇൻഡസ് റിവറിന്റെ ബാങ്കിൽ നിന്ന് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അരുണാചൽ പ്രദേശിന്റെ ഈസ്റ്റേൺ റീജിയൻ വരെ നംജ ബർവ പീക്ക് വരെയാണ് ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് വ്യാപിച്ചു കിടക്കുന്നത്. ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ ഹിമാചൽ പ്രദേശിന്റെ നോർത്തേൺ റീജിയൻ, അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിന്റെ നോർത്തേൺ റീജിയൻ. ആ നോർത്തേൺ റീജിയനിലാണ് നമ്മളെ മസൂറി റീജിയന്റെ ഒക്കെ അടുത്തായിട്ടാണ്, അതിന്റെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഗംഗോത്രി, യമുനോത്രി ഗ്ലേസിയർ ഒക്കെ വരുന്നത്. ഉത്തരാഖണ്ഡിന്റെ നോർത്തേൺ റീജിയൻ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നേപ്പാളിലൂടെ പാസ് ചെയ്ത് അത് കഴിഞ്ഞാൽ സിക്കിമിലേക്ക് എത്തും. സിക്കിമിൽ നിന്നൊക്കെ പാസ് ചെയ്ത് ഭൂട്ടാനിലേക്ക് പോയി ആസാം വാലീസ് ഒക്കെ ഗ്രേറ്റർ ഹിമാലയയുടെ ഭാഗമാണ്. ആസാമിലൂടെ പാസ് ചെയ്ത് നേരെ അരുണാചൽ പ്രദേശിന്റെ ഈസ്റ്റേൺ സൈഡ്, ആ ചൈന റീജിയൻ വരെ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് വ്യാപിച്ചു കിടപ്പുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ, നമ്മൾ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയും ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് പാസ് ചെയ്തു പോകുന്നുണ്ട്. ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ റീജിയണൽ ഡിവിഷൻസിലും ഈ ഗ്രേറ്റർ ഹിമാലയൻ പീക്കായിട്ടുള്ള ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് ഹിമാലയ ആണെങ്കിലും, കുമയൂൺ ഹിമാലയ ആണെങ്കിലും, നേപ്പാൾ ഹിമാലയ ആണെങ്കിലും, ആസാം ഹിമാലയ, ആ റീജിയനിലൊക്കെ എല്ലാം ഈ ഗ്രേറ്റർ ഹിമാലയ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. ഹിമാലയ റീജിയൻസിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രദേശം ബഞ്ചി ഗോർജ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നങ്ക പർവ്വത പീക്കിന്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ബഞ്ചി ഗോർജ്. ഈ ബഞ്ചി ഗോർജ് ഒക്കെ ഈ ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിന്റെ ഭാഗമാണ്, ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ചസിലാണ്. ഇപ്പൊ ബഞ്ചി ഗോർജ് എന്ന് പറയുമ്പോൾ 5.1 കിലോമീറ്ററോളം, അതായത് 5100 മീറ്ററോളം ഡെപ്ത് ഉള്ളൊരു ഗോർജാണ് ഈ ബഞ്ചി ഗോർജ്. അത് ഈ ഗ്രേറ്റർ ഹിമാലയൻ റീജിയനിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് റേഞ്ചസും ഈ ഗ്രേറ്റർ ഹിമാലയൻ റീജിയനിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഗ്രേറ്റർ ഹിമാലയൻ റീജിയനിൽ ഒരുപാട് റേഞ്ചസുകളും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്.